അല്ല എന്താ മഞ്ചാടി, നീ എന്താ ഇവിടെ? അല്ല ജീവൻ രാജന്റെ വീട്ടിലെ താമസം നീ വേണ്ടെന്ന് വെച്ചോ? ആ വീട് ഞാൻ വേണ്ടെന്ന് വെച്ചാ ഞാൻ ഇവിടേക്ക് എന്തിനാ വരുന്നേ ആന്റി? എനിക്ക് എന്റെ വീട്ടിൽ പോയാ പോരെ. അല്ല അപ്പോ പഞ്ചരത്നത്തിലേക്ക് പോകുന്നതിനിടയിൽ എന്നെ കാണാൻ വന്നതാവൂല്ലേ? അല്ല, ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി മാത്രം ജീവന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുക. ആന്റി ടെൻഷൻ ആവണ്ട. ഗോകുലേട്ടനും ദാസങ്ങളും പറഞ്ഞിട്ട് ആന്റി ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചതാണെന്ന് ഞാനായിട്ട് ആരോടും പറയില്ല. നിനക്കിപ്പോ എന്താ മഞ്ചാടി വേണ്ടത്? ഞാനിപ്പോ കുറച്ച് കുടുംബ പ്രശ്നത്തിലാ. നീ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. എനിക്ക് ആന്റിയോട് അധികമൊന്നും സംസാരിക്കാനില്ല. ജീവൻ രാജൻ എന്താ സംഭവിച്ചെന്ന് ഗോകുലിനോട് ചോദിച്ച് എന്നെ അറിയിക്കാന്ന് ആന്റി പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വിളിച്ചിട്ട് ആന്റി കോള് പോലും എടുത്തിട്ടില്ല. എന്റെ കൊച്ചേ, ഗോകുലിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ അവൻ എനിക്ക് മുഖം ഒന്ന് തന്നിട്ട് വേണ്ടേ? അവനെ ഇപ്പൊ സംരക്ഷിക്കുന്നത് അവന്റെ അച്ഛനും നിന്റെ അച്ഛനും ദാസാറും കൂടിയാ. ഇനി നിനക്ക് എന്തെങ്കിലും സംശയമോ പരാതിയോ ഉണ്ടെങ്കിൽ അവരെ അങ്ങ് പോയി കണ്ടാ മതി. നിന്നെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയതിനെ എനിക്കിപ്പോ പേരുദോഷം മാത്രമേ മെച്ചമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ കേസ് വിട്ടു. മഞ്ചാടി നീ വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വേണ്ട ചേച്ചി, ഞാൻ ചില കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടി വന്നതാ. സുശീലാന്റിക്ക് പലതും അറിയാം, പക്ഷെ ആന്റി പൊഴിഞ്ഞു മാറി നടക്കുക. അമ്മയിന്ന് കുറച്ച് ടെൻഷനിലായതുകൊണ്ട് മഞ്ചാടി, ഒരു ദിവസം മഞ്ചാടി വന്ന് കണ്ട് മഞ്ചാടിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തരാൻ ഞാൻ അമ്മയോട് പറയാം. ജീവൻ രാജിന്റെ മിസ്സിംഗില് എനിക്ക് ചിലരൊക്കെ സംശയമുണ്ട് ഇന്ദ്രേട്ടാ. അവരുടെ പങ്കിനെ കുറിച്ച് ആന്റിക്ക് അറിയാന്ന് എന്റെ വിശ്വാസം. ഇത് പോലീസിൽ പറഞ്ഞ് എല്ലാം തെളിയിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താ ആന്റിയും കൂടി പ്രതിയാവും. എന്നാ ആന്റിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ആന്റി സാക്ഷിയാവാൻ തയ്യാറായ കേസിന്ന് ആന്റി ഒഴിവാക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് മഞ്ചാടി ആരുടെയും പുറകെ നടക്കാതെ മഞ്ചാരിയുടെ സംശയങ്ങൾ എത്രയും വേഗം പോലീസിനെ അറിയിക്കണമെന്നാ. അവരന്വേഷിച്ച് സത്യം തെളിയിക്കട്ടെ മഞ്ചാടി. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ശരി സത്യേട്ടാ, എനിക്ക് 1-2 പേരെയും കൂടി കാണാനുണ്ട്. അതിനുശേഷം സത്യേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവാ. മഞ്ചാടി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ നടന്ന് ക്ഷീണിച്ചു വന്നല്ലേ? കുഴപ്പമില്ല ചേച്ചി, എനിക്കിപ്പോ ഒന്നും വേണ്ട.